ഇൻഫിനിക്സ് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് കാണുക, എന്നിട്ട് മാത്രം ഇന്നത്തെ ക്ലാസ് കാണാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. 4 times a number added to 3 times another number gives 43. അപ്പൊ അവിടെ രണ്ട് നമ്പർ ഉണ്ടല്ലേ. അപ്പൊ ആദ്യത്തെ നമ്പറിനെ x ആയിട്ടും രണ്ടാമത്തെ നമ്പറിനെ y ആയിട്ടും എടുത്തിട്ട് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? 4 times a number, അതായത് 4x added to, അതായത് പ്ലസ് 3 times another number, അതായത് 3y gives എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എത്രയാ? 43. എളുപ്പമല്ലേ എഴുതാൻ? ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 2 times the second number subtracted from 3 times the first gives 11. അതായത് സെക്കൻഡ് നമ്പറിന്റെ ട്വൈസ് എതിൽ നിന്നോ സബ്ട്രാക്ട് ചെയ്തേക്കുന്നത്? 3 times the ഫസ്റ്റ് നമ്പറിന്റെ 3 ടൈംസിൽ നിന്നും സെക്കൻഡ് നമ്പറിന്റെ 2 ടൈംസ് സബ്ട്രാക്ട് ചെയ്തേക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? തിരിച്ചല്ല എഴുതേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. 3x - 2y ഈക്വൽ ടു എത്ര കിട്ടുമെന്ന് പറയാൻ? 11, അതായത് ഈക്വൽ ടു 11. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്ക് സോൾവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷനെ മൊത്തത്തിൽ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷന്റെ മൊത്തത്തിൽ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് റീറൈറ്റ് ചെയ്ത് എഴുതുക. 4 3s are 12. 12x plus 3 into 3 9y equal to 43 into 3 129. 3 4s are 12x. ഇവിടെ മൈനസ്, അതുകൊണ്ട് ഇവിടെ മൈനസ്. 4 2s are 8y equal to 44 എന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യാം. പ്ലസ് മൈനസ് ആയി, മൈനസ് പ്ലസ് ആയി, പ്ലസ് മൈനസ് ആയി. പ്ലസ് 12x മൈനസ് 12x ക്യാൻസൽ. ഇനി 9y പ്ലസ് 8y അല്ലേ? ഇവിടെ 9y പ്ലസ് 8y ഈക്വൽ ടു 129 മൈനസ് 44. 9y പ്ലസ് 8y എന്ന് വെച്ച് കഴിഞ്ഞാൽ 17y. 121 മൈനസ് 44 എന്ന് പറയുന്നത് 85 എന്ന് വരും. അപ്പൊ y ഈക്വൽ ടു 85 ഡിവൈഡഡ് ബൈ 17 ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോ രണ്ടാമത്തെ നമ്പർ കിട്ടി. എത്രയാണ്? 5 എന്ന് കിട്ടി. നമുക്ക് ആദ്യത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4x പ്ലസ് 3y ഈക്വൽ ടു 43 ആണല്ലോ. അതിനകത്ത് ഈ വൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് 4x പ്ലസ് 3 ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാ? 5 ഈക്വൽ ടു 43. 4x പ്ലസ് 15 ഈക്വൽ ടു 43. ഇനി 15ന്റെ വാല്യൂ നമുക്ക് കാണണ്ടേ? പ്ലസ് 15 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 15, അതായത് 4x ഇസ് ഈക്വൽ ടു 43 മൈനസ് 15, അതായത് 4x ഇസ് ഈക്വൽ ടു 28 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 7. therefore നമ്പേഴ്സ് ഏതൊക്കെയാ? ഏതൊക്കെ നമ്പേഴ്സാ കിട്ടിയ? 7ഉം അതുപോലെ 5ഉം അല്ലെ? 7ഉം 5ഉം. ഈസി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. നോക്കിയേ. സം ഓഫ് 2 numbers is 28 and their difference is 12. What are the numbers? അപ്പൊ നമുക്ക് നമ്പേഴ്സിനെ ലെറ്റ് നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. നമ്പേഴ്സിനെ എക്സും വൈയും ആയിട്ട് എടുത്തു. സം ഓഫ് ദ 2 numbers is 28. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ സം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 28 and their difference is 12. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 12. വാട്ട് ആർ ദി നമ്പേഴ്സ്? എക്സ് വൈയും കാണണം. വെറും സിമ്പിൾ അല്ലേ? നമ്മൾ വലിയ വലിയ കണക്ക് ചെയ്തിട്ട് ഇത് ചെറിയ കണക്കല്ലേ? വൈയും പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ. എക്സ് പ്ലസ് എക്സ് 2x ഇസ് ഈക്വൽ ടു 28 പ്ലസ് 12 is equal to 40. That is x is equal to 40 divided by 2 equal to 20 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? 20. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 28. എക്സിന്റെ വാല്യൂ 20 പ്ലസ് വൈ ഈക്വൽ ടു 28. y is equal to 28 minus 20 equal to 8. therefore numbers ഏതൊക്കെയാ നമ്പേഴ്സ്? 20ഉം 8ഉം. 20, 8.
സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കല്ലേ അത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The difference of two smaller angles of a right triangle is 20 degree. ഒരു റൈറ്റ് ട്രയാങ്കിളിലെ സ്മോളർ ആയിട്ടുള്ള രണ്ട് ആംഗിൾസിന്റെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണ്. അത് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മൂന്ന് ആംഗിൾസും എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, വൺ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി എന്ന് കിട്ടി. മൂന്ന് ആംഗിളും നമുക്ക് കണ്ടുപിടിക്കണ്ടേ? തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സ്മോളർ ആംഗിൾസ് എത്രയാ തന്നിട്ടുണ്ട്? 20 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സ്മോളർ ആംഗിൾസിനെ എക്സ് ഡിഗ്രി എന്നും വൈ ഡിഗ്രി എന്നും എടുക്കുന്നു. ലെറ്റ് സ്മോളർ ആംഗിൾസ് ബി എക്സ് കോമ വൈ. എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോ എത്രയാ കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, പോളിഗൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതായത് 90 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആണ്. മനസ്സിലായോ? എന്താ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എത്രയാ? 180 ഡിഗ്രി ആണ്. ഏത് ട്രയാങ്കിൾ എടുത്താലും 180 ആയിരിക്കും അതിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. സോ 90 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാ? 180 അല്ലെ? 90 പ്ലസ് എക്സ് പ്ലസ് വൈ, ഇതിന്റെ ഇന്റീരിയർ ആംഗിൾസ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഇനി എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാമല്ലോ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 പ്ലസ് 90 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 90. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്ത നോക്കിയേ. ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 20 ഡിഗ്രി. അതായത് ഈ രണ്ട് ആംഗിളിന്റെയും ഡിഫറൻസ് 20 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാമല്ലോ. പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ. എക്സ് പ്ലസ് എക്സ് 2x is equal to 90 plus 90 plus 20 110. X is equal to 55. അതായത് 110 divided by 2 എന്ന് പറയുന്നത് എത്രയാ? 55 എന്ന് കിട്ടി. അപ്പോ ഈ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിള് 55 എന്ന് കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കണമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. സോ എക്സിന്റെ വാല്യൂ 55 plus y equal to 90. അപ്പൊ y is equal to 90 minus 55 is equal to 35 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആംഗിൾസ് എല്ലാം കിട്ടിയല്ലോ. ആദ്യത്തെ ആംഗിൾ 90 ഡിഗ്രി, 55 ഡിഗ്രി, 35 ഡിഗ്രി, മൂന്ന് ആംഗിൾസും കിട്ടിയില്ലേ? Therefore angles are 90 degree, 55 degree and 35 ഡിഗ്രി. ഇതാണ് ആ റൈറ്റ് ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾ. എളുപ്പമാണല്ലോ, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഇസ് 2180 റുപ്പീസ്. അതായത് 17 ട്രോഫിയുടെയും 16 മെഡൽസിന്റെയും കൂടെയുള്ള വില 2180 റുപ്പീസ് ആണ്. ആൻഡ് പ്രൈസ് ഓഫ് 16 ട്രോഫീസ് ആൻഡ് 17 മെഡൽസ് എത്രയാ? 16 ട്രോഫിയുടെയും 17 മെഡൽസിന്റെയും കൂടെ ഉള്ള വില എത്രയാ? 2110. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിന്റെയും വില എത്രയാണ്? പ്രൈസ് ഓഫ് ട്രോഫി നമ്മൾ എക്സ് എന്നും പ്രൈസ് ഓഫ് മെഡൽ നമ്മൾ വൈ എന്നും എടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. 17 ട്രോഫിയുടെയും 16 മെഡൽസിന്റെയും കൂടെയുള്ള വില 2180. ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ തന്നേക്കുന്നത്? 16 ട്രോഫിയുടെയും 17 മെഡലിന്റെയും കൂടെയുള്ള വില 2110. അത് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്ക് ഇനി കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കണം. അതിനു വേണ്ടി ഫസ്റ്റ് ഇക്വേഷന്റെ മൊത്തത്തിൽ ഇവിടെയുള്ള 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ഇക്വേഷന്റെ മൊത്തത്തിൽ ഈ ഒരു 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് വലിയ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 17 into 16 272x plus
16 into 16, 256y is equal to 2180 into 16, 34880, 34,880 കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 3. ഇനി അതേപോലെ ഇതിനെയും സെക്കൻഡ് ഇക്വേഷനെയും മാറ്റി എഴുതാം. 16 into 17, 272x plus 17 into 17, 289y equal to 2110 into 17, 35,870. ഇത് ഇക്വേഷൻ നമ്പർ 4. ഇനി ഇതിനെ രണ്ടിനെയും കൂടി സോൾവ് ചെയ്യണം. ഓക്കെ, സൈൻ ചേഞ്ച് ചെയ്യണമല്ലോ. സൈൻ ചേഞ്ച് ചെയ്തു. ബാക്കി ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. 256y മൈനസ് 289y ഈക്വൽ ടു ഇത് രണ്ടും മൈനസ് ചെയ്യണം. 34,880 മൈനസ് 35,870. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ മൈനസ് 33y ഈക്വൽ ടു ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 990 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു മൈനസ് 990 ഡിവൈഡഡ് ബൈ മൈനസ് 33. മൈനസോടെ പ്ലസ് ആകും. അപ്പോൾ വൈയുടെ വാല്യൂ 30 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കണ്ടുപിടിക്കേണ്ട വൈയുടെ മെഡലിന്റെ വാല്യൂ കിട്ടി. ഇനി ട്രോഫി എത്രയാണ്, ട്രോഫിയുടെ വില എത്രയാണെന്ന് നോക്കണം. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 17x plus 16y equal to 2180. വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 17x plus 16 into 30, വൈയുടെ വാല്യൂ 30 is equal to 2180. ഓക്കെ, ഇനി അടുത്തത് 17x plus 16 into 30, 480 equal to 2180. അപ്പോൾ 17x is equal to 2180 plus 480 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 480. 17x എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ 1700 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1700 ഡിവൈഡഡ് ബൈ 17 അല്ലെ, ഇൻറ്റു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആകും. ഇസ് ഈക്വൽ ടു 100. അപ്പൊ പ്രൈസ് ഓഫ് ട്രോഫി എത്രയാ? പ്രൈസ് ഓഫ് ട്രോഫി is equal to rupees. X ആണ്, അതായത് 100. പ്രൈസ് ഓഫ് മെഡൽ is equal to rupees 30. ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 11 added to a number gives twice another number. അപ്പൊ അവിടെ രണ്ട് നമ്പർ ഉണ്ടെന്ന് കിട്ടി. അപ്പൊ ആ രണ്ട് നമ്പറിനെ ലെറ്റ് ഫസ്റ്റ് നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ടും സെക്കൻഡ് നമ്പറിനെ നമ്മൾ y ആയിട്ടും എടുത്തു. എന്താ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്തേ. 11 added to a number, 11 added to a number gives എന്താ 2 times the another number, അതായത് 2 times the another number. മനസ്സിലായോ എഴുതിയത്? 11 added to a number, 11 ഒരു നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പറിന്റെ ട്വൈസ് ആണ് കിട്ടുന്നത്. അതാണ് ഇക്വേഷൻ ഒക്കെ എഴുതിയത്. ഇനി വേരിയബിൾസ് രണ്ട് സൈഡിലല്ലേ കിടക്കണ്ട. വേരിയബിൾസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, നമ്പേഴ്സിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2y ഇപ്പുറത്ത് കൊണ്ടുവരിക, 11 അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോ എക്സ് മൈനസ് 2y, അതായത് പ്ലസ് 2y ഇപ്പുറത്ത് വരും, മൈനസ് 2y ആവും. പ്ലസ് 11 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 11 ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. എക്സ് മൈനസ് 2y ഈസ് ഇക്വൽ ടു മൈനസ് 11 എന്ന് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ എന്താ പറയുന്നത്? 20 added to second number gives, അതായത് 20 added to second number gives എന്താ? twice the first number. ഇവിടെ twice the first number ഉണ്ട്, twice the first number. അപ്പൊ twice the first number എന്ന് കിട്ടി അല്ലേ? 20 added to the second number, അതായത് 20 സെക്കൻഡ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറിന്റെ ട്വൈസ് ആണ് കിട്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? വേരിയബിൾസിന് ഒരു സൈഡ് നമുക്ക് വൈനെ അപ്പുറത്തോട്ടൊന്ന് കൊണ്ടുപോകും. അപ്പൊ 20 is equal to 2x minus y. ഇതിന് നമുക്കൊന്ന് തിരിച്ചെഴുതാം. അതായത് 2x minus y equal to 20. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെയും കൂടി സോൾവ് ചെയ്യണം. x minus 2y equal to minus 11 2x minus y equal to 20. രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ഫോം ചെയ്തെടുത്തത് അല്ലെ? ഇതിനെ ഈ ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഒന്നും കൂടെ എടുത്ത് എഴുതിയേക്കുന്നതാണ്. അപ്പോ എന്ത് ചെയ്യാം?
ഇതിനെ ഇൻറ്റു ഈ എക്സിനെ ഇൻറ്റു 2 ചെയ്ത് നമുക്ക് 2 വരത്തില്ല. അപ്പൊ ഇത് രണ്ടും ഈക്വൽ കോഎഫിഷ്യന്റ് ആവില്ല. അപ്പൊ ഫസ്റ്റ് ഇക്വേഷന് മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. ഇൻറ്റു 2 ചെയ്യാം. റീറൈറ്റ് ചെയ്യുമ്പോൾ 2x മൈനസ് 2 ഇൻറ്റു 2 4y ഈക്വൽ ടു മൈനസ് 11 ഇൻറ്റു 2 മൈനസ് 22. രണ്ടാമത്തെ ഇക്വേഷന് ചേഞ്ച് ഒന്നുമില്ല. 2x മൈനസ് y ഈക്വൽ ടു 20. നമുക്ക് എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്യണം. മൈനസ് പ്ലസ് മൈനസ് 2x മൈനസ് 2x ക്യാൻസൽ ആയി. ബാക്കി മൈനസ് 4y പ്ലസ് y ഈക്വൽ ടു മൈനസ് 22 മൈനസ് 20. മൈനസ് 4y പ്ലസ് y എന്ന് പറയുന്നത് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 22 മൈനസ് 20. ഇത് ചെയ്യണമെങ്കിൽ എന്താണ്? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. മൈനസ് 42 എന്ന് കിട്ടി. ഇനി അടുത്ത y കാണാൻ എന്ത് ചെയ്യണം? മൈനസ് 42 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. മൈനസ് 3 എന്ന് കിട്ടി. ഈ മൈനസ് മൈനസ് കൂടി പ്ലസ് ആകും. അപ്പോ 14 എന്ന് കിട്ടി. അപ്പൊ വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 14 എന്ന് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം എക്സ് മൈനസ് 2y ഈക്വൽ ടു മൈനസ് 11. എക്സ് മൈനസ് 2 ഇൻറ്റു 14 ഈക്വൽ ടു മൈനസ് 11. എക്സ് മൈനസ് 28 ഈക്വൽ ടു മൈനസ് 11. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 11 പ്ലസ് 28. അതായത് എത്രയെന്ന് കിട്ടി? 17 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാ? therefore നമ്പേഴ്സ് ഏതൊക്കെയാ? 14ഉം 17ഉം. മനസ്സിലായോ? 14ഉം 17ഉം രണ്ട് നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്.